ഹായ് ഫ്രണ്ട്സ്, ജെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഉച്ചക്കലത്തെയും പിന്നെ പിള്ളേർ വന്നിട്ടുള്ള 4 മണിത്തെ ഫുഡും അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ. അന്നേരം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ വീഡിയോസൊക്കെ എല്ലാവരും കുറച്ചെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ടേസ്റ്റോടുകൂടി അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ചെറിയുള്ളി, ഒരു 3 തക്കാളി, പരിപ്പ് ഇതാ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്തിടാം. കഴിക്കാനായിട്ട് ഇതാ ഇഡ്ഡലിയാണ് കേട്ടോ. അതാ നല്ലോണം മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കാം. പരിപ്പിലേക്ക് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വേഗം തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ ഇഡ്ഡലിയും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളിയും കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒറ്റൊരു വിസിലാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്കുള്ള കടുക് വറക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്ന സമയത്ത് ചതച്ച വെളുത്തുള്ളി ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മുരിഞ്ഞ് വന്ന സമയത്ത് അതിലേക്ക് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ ഈസ്റ്റൻ്റെ സാമ്പാർ പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ കഷ്ണങ്ങളൊന്നും വേണ്ട സാമ്പാർ ഉണ്ടാക്കാൻ. കുറച്ച് സാധനം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റോടുകൂടി സാമ്പാർ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചാലോ നമുക്ക്. അതിനായിട്ട് ഇതാ 4 ഇഡ്ഡലിയും ഇതാ കുറച്ച് സാമ്പാറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കഴിച്ചാലോ. അതെ, ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻസിലൂടെ അറിയിക്കണം. ഉച്ചക്കലത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. എനിക്ക് അടുപ്പത്ത് ചോറ് വെക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ. ആ നേരത്തെ നമുക്ക് കറികൾ ഉണ്ടാക്കാൻ തുടങ്ങാം. കിഴങ്ങാണ് കേട്ടോ ഉള്ളത്. ബീട്രൂട്ട് തോരൻ വെച്ചതിരിപ്പുണ്ട്. കിഴങ്ങും കൊണ്ട് നമുക്കൊരു പൊട്ടറ്റോ ഫ്രൈയും കൂടി ആക്കാം. പിന്നെ മോരുണ്ട്, മോരുകറിയും കൂടി വെക്കാം കേട്ടോ. കിഴങ്ങൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവറും കുറച്ച് പത്തിരിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഇത് മിക്സാക്കി മാറ്റി വെക്കാം. ഇതാ പൊടികളൊക്കെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് കിഴങ്ങുന്ന തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വറുത്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മോരുകറിയും കൂടി തയ്യാറാക്കാം കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു മോരുകറിയാണേ. എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണേ. എൻ്റെ അടുത്ത് ചെറിയ ജീരകം തീർന്നു പോയതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. എണ്ണയിലേക്ക് ഇതാ ചതച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കരിവേപ്പില, ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 3-4 കാന്താരിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ മോര് ഞാൻ നേരത്തെ തന്നെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നു. ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഈച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒട്ടും ഉപ്പും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് ഇപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ആ ഒരു ചൂടിലിരുന്നിട്ട് ഈ മോരൊന്ന് റെഡിയായി വരട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ മോരുകറി ഉണ്ടാക്കാൻ. ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേരത്തെ പൊടിയൊക്കെ മിക്സാക്കി വെച്ചത് പൊട്ടറ്റോ ഇങ്ങനെയായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കുറച്ച് വെള്ളം പൊട്ടറ്റോയിൽ നിന്ന് ഇറങ്ങും. മിക്സാക്കി കൊടുത്താൽ നല്ല മിക്സാക്കി വരും കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചേച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫുള്ളും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി റിച്ച് ആക്കാം നമുക്ക് കേട്ടോ. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇടുന്ന സമയത്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ വെളുത്തുള്ളിയുടെ. അതുകൊണ്ടാണ് ഞാൻ ചതച്ച വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. തേങ്ങാക്കൊത്തൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്ന സമയത്ത് ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറില്ലേ, ഇത്രയ്ക്കും എന്താ പറയുക, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നല്ല ഒരു കൊതി വരുന്ന ഒരു സ്മെല്ലാണേ. അന്നേരം വെളുത്തുള്ളി അരിഞ്ഞിടുന്നതായിട്ടുള്ള ഏറ്റവും നല്ല ചതച്ചിട്ട് നോക്കുക. കുറച്ചുകൂടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനി ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല കേട്ടോ. 1 സ്പൂൺ ഗരം മസാലയും കാശ്മീരി മുളക് പൊടി ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഉള്ളി വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രൈയിൽ ഉപ്പുള്ളത് കൊണ്ടാണ് അധികം ചേർക്കേണ്ട. ഒരു കുറച്ച് ഉള്ളി വഴണ്ട് കിട്ടാൻ മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഈ വറുത്ത് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് മിക്സാക്കാം. പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫോ ചിക്കനൊന്നും കഴിക്കാറില്ല. പക്ഷെ ബീഫിൻ്റെ ആ ഒരു ഫ്ലേവറിലൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി തേങ്ങാക്കൊത്തും സവോളയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഫ്രൈ പോലെ ആക്കിയെടുത്തത് കേട്ടോ.
സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല സ്പെഷ്യൽ സാധനം കേട്ടോ. ഇതൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കടല പുഴുങ്ങിയത്. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ആർക്കും ഇതൊന്നും വേണ്ട കേട്ടോ. അവരൊക്കെ എണ്ണക്കടി അങ്ങനത്തെ അതിൻ്റെ പുറകാലെയാണ് എല്ലാവരും. അന്നേരം ഞാൻ ഇന്ന് മക്കൾക്ക് നിലക്കടല ഉപ്പിട്ട് പുഴുങ്ങിയതും ഏത്തപ്പഴവും നല്ലൊരു കട്ടൻ കാപ്പി അവർക്ക് ചായ കുടിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചാൽ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഓംലേറ്റ്, പൊട്ടറ്റോ ഫ്രൈ, ബീട്രൂട്ട് തോരനുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് അച്ചാർ, കുറച്ച് മോരുകറിയും കൂടി ഒഴിച്ചിട്ട് നമുക്കങ്ങ് ചോറ് കഴിക്കാം കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. അന്നേരം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ.